എന്നും അവഗണിക്കപ്പെടുന്ന ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളും മത്സ്യമേഖലയും. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും സർക്കാരിന്റെ പിടിപ്പുകെട്ട നയങ്ങൾ കൊണ്ടിട്ടും അവരുടെ ജീവിതം ദുരിതപൂർണമായി. കാലവർഷം എത്തുമ്പോൾ കടലാക്രമണം രൂക്ഷമാകുന്നു. അതിനാകട്ടെ ഇന്ന് തീയതിയും കാലവും ഇല്ല എന്ന് വന്നിരിക്കുന്നു. അതിനിടയിലാണ് 2 കപ്പലപകടം. MSC എൽസ 3 കപ്പലപകടത്തെ തുടർന്നുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ 75 ടൺ നർഡിൽസ് അഥവാ പ്ലാസ്റ്റിക് പെല്ലറ്റ് കൊല്ലം, തിരുവനന്തപുരം, കന്യാകുമാരി, രാമേശ്വരം സമുദ്ര പ്രദേശങ്ങളിൽ അടിഞ്ഞിരിക്കുന്നു. ഇത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതാകട്ടെ പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. പല ഗ്രേഡ് ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഇത് സംസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്. കടുകുമണിയോളം മാത്രം വലിപ്പമുള്ള ഇവ ഭക്ഷണമെന്ന് കരുതി മീൻ കഴിക്കുകയത് മനുഷ്യനിലെത്തുകയും ചെയ്യും. അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. 2021 ശ്രീലങ്കയിലാണ് നഡിൽസ് കരയ്ക്കടിഞ്ഞ് വലിയ ദുരന്തമുണ്ടായത്. എക്സ്പ്രസ് പേൾ എന്ന കപ്പലിന്റെ അപകടത്തെ തുടർന്നു. അത് 84 ബില്യൺ ടണ്ണായിരുന്നു. ബില്യൺ ടൺ. ഇന്നും അതിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അതിജീവനത്തെ ബാധിച്ചു. കുറച്ചൊക്കെ നഷ്ടപരിഹാരങ്ങൾ കിട്ടിയെങ്കിലും നിയമ പോരാട്ടത്തെ തുടർന്ന് കൂടുതൽ കിട്ടുകയുണ്ടായി. ഇന്നും നിയമ പോരാട്ടം നടക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിലുള്ള അതിജീവനത്തെ ബാധിച്ചു എന്നതിനപ്പുറം ഈ പ്ലാസ്റ്റിക് കണികകൾ കൂടുതൽ പ്രശ്നങ്ങൾ ആ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് സർക്കാരിന്റെ 1000 രൂപയും പട്ടിണിക്കഞ്ഞിക്കും അപ്പുറത്തേക്ക് സന്നദ്ധ സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഉണർന്നു പ്രവർത്തിക്കണം. സർക്കാരിന്റെ സഹായവും ഉണ്ടാകണം. അതിനായിട്ട് നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുന്നതിനോടൊപ്പം നിയമ പോരാട്ടവും നടത്തണം. അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചിട്ടുള്ള ഒരു കർമ്മ പരിപാടി ഉണ്ടായാൽ മാത്രമേ അവർക്ക് ആ ആശ്വാസം ലഭിക്കുകയുള്ളൂ.